ഹലോ ഗൈസ്, അപ്പം നമുക്ക് ഇന്ന് ആഗ്രയിലൊരു ഫേമസ് മാർക്കറ്റായ ബിജലീഗറിലേക്ക് പോകാം. അവിടെ നല്ല വിലക്കുറവിൽ ഡ്രസ്സൊക്കെ കിട്ടും. ഇത് ഈ കാട് പോലത്തെ സ്ഥലം കണ്ട്, ഇത് കാടല്ല, ഇത് ആഗ്ര ഫോർട്ടിൻ്റെ ബാക്ക് വശമാണ്. നമ്മൾ വേറെ റൂട്ടിലോട്ട് പോകുകയാണെങ്കിൽ ഫ്രണ്ട് വശം കാണാൻ പറ്റും. ഇതിപ്പോൾ ബാക്ക് വശം. ഇപ്പോൾ നമ്മളവിടെ എത്തി. ഇത് ഒട്ടുക്കത്തെ തിരക്കായിരിക്കും എന്ന് വെച്ചാൽ കാലും കയ്യും ഒന്നും കുത്താൻ പറ്റില്ല, അത്രയ്ക്ക് തിരക്കായിരിക്കും. ഞാനിപ്പോൾ ഫോൺ എടുത്ത് ഞങ്ങൾ വരും ബിജലീഗർ മൊത്തം കാണാൻ, ഡ്രസ്സൊക്കെ കാണാമെന്ന്. ഒന്നും കാണാൻ പോകുന്നില്ല, കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഫോൺ എടുത്ത് പൊന്തിച്ച് പിടിച്ചാൽ ഫോണും തട്ടിപ്പറിച്ചോളൂ. ഇപ്പം അതിൻ്റെ പേരിൽ ഓൻ്റെ അടുത്ത് കൂട്ടം കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിർത്തി. സമാധാനത്തിലുള്ള സമയത്തെല്ലാം കുറച്ച് വീഡിയോ എടുത്തതല്ലാണ്ട് നമുക്കൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും ഞാൻ പോവുകയാണെങ്കിൽ കുറച്ചും കൂടി വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാൻ നോക്കാം. കാരണം നല്ല ഡ്രസ്സസ് ആയാലും നമുക്ക് ഇഷ്ടപ്പെടുന്ന പല ചെരുപ്പായാലും 150 ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇന്നൊന്നും പറ്റില്ല. പിന്നെ ആൾ വണ്ടി നിർത്താൻ പോകുമ്പോൾ അവിടെ സൈഡിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ നോക്കി നിന്ന് നല്ല ഓയിലാന്ന് ഇതൊക്കെ പൊരിച്ചെടുക്കുക. പക്ഷെ ഇതൊക്കെ തിന്നാനും നിറയെ ആൾക്കാരുണ്ടാവും. കാരണം അവരുടെ ഫേവറേറ്റാണ് ഈ ഉരുളക്കിഴങ്ങ്, പരിപ്പ്, ഇതൊക്കെ ഇതാ ഫ്രണ്ടിൽ തന്നെയുള്ള ഡ്രസ്സസൊക്കെ ഇതൊക്കെ തുടക്കത്തിലുള്ള ഇതിൻ്റെ അങ്ങോട്ട് പോകുന്നതിന് ഇഷ്ടം പോലെ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ മിന്നത്തിയെല്ലാം ആയിരിക്കും സാരികളെല്ലാം ഉണ്ടാവുക. പക്ഷെ എങ്കിൽ ഒരു 5000 റേഞ്ചിലൊക്കെ ഇതുണ്ടാവും. പിന്നെ നമ്മൾ കുറേ നേരം അവിടെ അന്ന് നിന്നില്ല, നല്ല തിരക്കായിരുന്നു, സൺഡേ ആയിരുന്നു. പിന്നെ എൻ്റെ ഭർത്താവിന് മാത്രമുള്ളൊരു അസുഖമാണ്. എൻ്റെ കൂടെ ഏടെ വന്നു കഴിഞ്ഞാൽ ആളെ കാലിൻ്റെ അടിയിൽ മുള്ള് കയറും. അതുകൊണ്ട് വേഗം തന്നെ വീട്ടിലെത്തണം. പിന്നെ സ്ഥിരം ഡയലോഗ് നമുക്ക് വേറെ ദിവസം സമാധാനമായിട്ട് വന്നിട്ട് എല്ലാം മേടിക്കാണ്. നിങ്ങൾക്കുണ്ടോ ഇതുപോലത്തെ ഭർത്താവ്? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഒരു സമാധാനത്തിന്, വേറെ ഒന്നുമല്ല.